ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഒരു ചെറിയ യാത്ര പോവുകയാണ്. വിചാരിച്ചിരിക്കാതെ പെട്ടെന്നൊരു യാത്ര. ഞാനും അനുക്കുട്ടിയും കുടുംബങ്ങളും ഉണ്ട്. ഇത് ബൂച്ചൻ്റെ ബ്രദർ, യങ് ബ്രദർ അജി മീരയൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവർ ചെന്നൈയിലാണ്. അപ്പം അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ചെന്നൈ യാത്ര കുറേ നാളായിട്ട് വിളിക്കുകയാണ്. അവർ ചെന്നൈയിൽ പോയിട്ട് കുറച്ച് നാളായി. കാനറ ബാങ്കിലാണ് അജി. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച, എല്ലാം കൂടി ചേർത്ത് ഒരാഴ്ച, പോകുന്നതും വരുന്നതും എല്ലാം കൂടി ചേർത്തിട്ട്. ഇപ്പോൾ രാത്രിത്തെ ഫ്ലൈറ്റാണ് ഇൻഡിഗോയുടെ. രാത്രി 9:25 എന്തോ ആണ്. ഇപ്പോൾ 7 മണിയായി. ഇനി റെഡി ആവുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ പെട്ടെന്ന് പോകട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എയർപോർട്ട് എത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡാണ്. ഏകദേശം 1 മണിക്കൂറോളം ഡിലേ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞു. അങ്ങനെ കുടുംബങ്ങളും വളരെ ഹാപ്പിയാണ്. വളരെ എന്താ പറയുക, വളരെ ഇങ്ങനെ അതിശയത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിരുന്നു. ട്രാവലിങ്ങുമായിട്ടൊക്കെ നന്നായിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് മോള്. അത് ഭയങ്കരമായിട്ട് ശീലമായി വരികയാണ്. ഇനി ഒരു 1 അവർ, 1 മണിക്കൂറിനകത്ത് ഞങ്ങൾ ചെന്നൈയിലെത്തും. ചെന്നൈ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ അജി വിളിക്കാനായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാറുമായിട്ട് അജി എത്തിയിട്ടുണ്ട്. അജി അപ്പൂപ്പനെയൊക്കെ കണ്ടിട്ട് മോൾക്ക് ഭയങ്കര സന്തോഷം. ഒരു പരിചയക്കുറവും ഇല്ല കേട്ടോ. മീര ഞങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. നമ്മുടെ ചെന്നൈ ദിവസങ്ങൾ തുടങ്ങുന്നു. നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടോ? വാ, അടിപൊളി. മീര ഗിഫ്റ്റ് ഹാമ്പർ വരെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വയ്യ. അനുക്കുട്ടി, ഓ മോളെ, ഇത് ടി നഗറിലാണ് ഈ വീട്. മുകളിൽ 3 ബെഡ്റൂം, താഴെ 3 ബെഡ്റൂം. ഭയങ്കര സ്പേഷ്യൽ. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. കുട്ടികളൊക്കെ ബാംഗ്ലൂരാണ്. എത്ര ബെഡ്റൂം? താഴെ 3, മുകളിൽ 3. അടിപൊളി. സോ നൈസ്, ഗുഡ്. അവിടെയും ഗിഫ്റ്റ് ഹാമ്പറോ? നമുക്കോ? സൂപ്പർ വീട്. അപ്സ്റ്റേഴ്സിലേക്ക് കയറുന്നു. ഇത് ഒരുപാട് സ്ഥലമുണ്ടല്ലോ, താഴെയും മേളിലും കൂടി അല്ലേ? താഴെ ഒരു ഫാമിലി, മുകളിലൊരു മേളിലത്തെ പൂജ പറയും. ഒരു വലിയ വീടാട്ടോ. മേളിൽ 3 ബെഡ്റൂം, താഴെ 3 ബെഡ്റൂം. 2 ഫാമിലിക്ക് താമസിക്കാം. കാനറ ബാങ്കിന്റെ ക്വാർട്ടേഴ്സ് ആണ്. ഓ, നെയ് ചപ്പാത്തി, റൈസ് അതിനും എടുത്ത് ഞാൻ. ദിസ് ഇസ് വെജിറ്റബിൾ കുറുമ. മട്ടൻ എന്താണ് അമ്മയുടെ സ്പെഷ്യൽ പറയുന്നത്? ചെട്ടിനാട് മട്ടൻ. ഇതെന്താണ്? തുവയൻ. ഇത് മറ്റേ ബീൻസ് പൊരിയൻ, രസം. ഓക്കെ. ആൻഡ് മിക്സ്ഡ് ഫ്രൂട്ട്സ്. വിശന്നോ? നമ്മളോട് കഴിക്കാൻ ഇവിടെ ശരിക്കും ബാസ്കു റണ്ണിങ് അല്ലേ? മോൾ എൻജോയ് ചെയ്തേട്ടാ. ഇത് നോക്കാൻ ശരിക്കും. അമ്മമ്മ ഇവിടെ ഇരിക്കല്ലേ? മോനെ ഇഷ്ടായോ ബാസ്കുവിനെ? ബാസ്കുവിനെ ഇഷ്ടായോ? അയ്യോ, ബാസ്കുവിനെ കാണാനോ? ഓ, ബാസ്കു കം. ബാസ്കു, അവന്റെ ഒരു സന്തോഷം നോക്ക്. എനിക്ക് തോന്നുന്നു കേട്ടാ, ബാസ്കുവിന് ഇഷ്ടമായില്ല അത്. അജി മോളെ എടുത്തപ്പോ ഭയങ്കര ചാട്ടം. പൊസസീവായി ബാസ്കു.
പോടൂ. അവന്റെ ദേഹമുണ്ടോ? അവന്റെ കളിപ്പാട്ടാണോ? മോൾക്ക് കൊണ്ട് കൊടുക്കാൻ പോണു ടോയ്. അയ്യോ കഷ്ടം. അവന്റെ വാല അവന്റെ മുഖത്തായി, അത് കണ്ണു പൊത്തുന്നു. ഇഷ്ടായ മോളെ? ഭയങ്കര എക്സൈറ്റഡ്. നോക്കാണേ ഇനി എന്താ പരിപാടി ചെയ്യുന്നത് നെക്സ്റ്റ്. ബാസ്കുനെ തൊട്ട് അവൻ താഴെ പോയി. ഒരു പേടിയില്ല കേട്ടോ. അതിന്റെ ബെല്ല് പിടിച്ച് വലിക്കുന്നത്. അയ്യോ അയ്യോ, അത് കിടന്നു കൊടുക്കുന്നത്. ചിരി. എന്താ ഇത് ചിരിക്കുന്നേ? ഭാസ്കോ ആയിട്ട് അടക്കം. ഭാസ്കോനെ വീണ്ടും വിളിക്കാണ്. ഓടി വരുന്നു, ഓടി വരുന്നു, ഓടി വരുന്നു. മക്കളെ ആ ടോയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ. അയ്യോ അയ്യോ ഒരു പേടിയില്ല. അയ്യോ കിട്ടിയില്ല പിന്നെ. എന്താ പറ്റി? വാസ്കോ തന്നില്ലേ ടോയ്? യെസ്, നമ്മുടെ ബെഡ്റൂമിലേക്ക് തിരിച്ചെത്തി. പോടൂ. ഇതേത് മുറി? ഇനി മേലെ എഴുതാം. ഓക്കെ, അങ്ങനെ ചെന്നൈ വീട്ടിൽ വെക്കുന്നു ഞങ്ങളെല്ലാവരും. അറിയിട്ടില്ല അവിടെ ബഹളം. ഓക്കെ, ഗുഡ് മോർണിംഗ് ബാസ്കു. പതിവില്ലാതെ മഴ അല്ലേ? ചെന്നൈ പട്ടണം മഴയിൽ. ബാസ്കു ഇതിങ്ങനെ കിടക്കുമ്പോ സങ്കടം എന്നർത്ഥം അല്ലേ? ദുഃഖം. അയ്യോടാ, ദുഃഖത്തിലാണോ? രാവിലെ ഇവര് പച്ചക്കറി കൊണ്ടുവരുന്ന ആൾക്കാരല്ലേ? എന്തിലാ വരുന്നേ? സ്കൂട്ടിയാ? അക്ക അക്ക സ്കൂട്ടിയില് വണ്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഗുഡ് മോർണിംഗ്. രാവിലത്തെ കാര്യങ്ങൾ പറയട്ടെ. പിന്നെ മോൾ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്ന തിരക്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ചെന്നൈ വീട്ടിലാണ്. അതായത് ബോബി ചേട്ടൻ്റെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ നേരെ ഇളയ ബ്രദറാണ്. അവർ 3 ബ്രദേഴ്സാണ്, 3 മക്കളാണ് അമ്മയ്ക്ക്. അതിൽ രണ്ടാമത്തെ ബ്രദറാണിത്. ബോബി ചേട്ടൻ എൽഡസ്റ്റ് ആൻഡ് ദ യങ്ങസ്റ്റ് ഇസ് ഇൻ ബാംഗ്ലൂർ, അനിൽ. ഇത് അജിത്ത്. അപ്പോൾ അജിത്തിന് ബാംഗ്ലൂരായിരുന്നു കുറേ നാൾ. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചെന്നൈ ആണ്, സൗത്ത് സർക്കിൾ ചെന്നൈ റീജിയൻ, ദാറ്റ് ഇസ് തമിഴ്നാട്. അതിൻ്റെ കംപ്ലീറ്റ് ചാർജാണ്. കാനറ ബാങ്കിൻ്റെ CGM ആണ്. അപ്പോൾ നല്ല ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. പക്ഷേ അതുപോലെ തന്നെ വെൽ ടേക്കൺ കെയർ ഓഫ് ആണ്. ബാങ്ക് അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. പിന്നെ മീരയാണ് വൈഫ്. അപ്പോൾ ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. നല്ല സൗകര്യമുള്ള വീട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായി. ഞാൻ ഇതുവരെ വന്നില്ലല്ലോ എന്നാലോചിക്കായിരുന്നു. ഇവിടെ വന്ന് നിന്നിട്ട് ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാം. ടി നഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പോണ്ടി ബസാറൊക്കെ ഇരിക്കുന്ന ആ ഏരിയയാണ്. അപ്പോൾ അവിടെ തന്നെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. സുഖമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഇവിടുത്തെ ബാസ്കു എന്ന് പറയുന്നത്. ഇവിടുത്തെ അവരുടെ പെറ്റ് ഡോഗാണ്, ലാബാണ്. ഭയങ്കര നല്ല സ്വഭാവമാണ്. ഒരു ജെൻറ്റൽ ഡോഗാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ പുടുമോളുമായിട്ട് ഭയങ്കര കൂട്ടം. അവർ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സായി. എനിക്കും ഇഷ്ടമാണ് ഡോഗ്സിനെ. പിന്നെ അനുവിൻ്റെ ജീവനാണ്. പിന്നെ ഇവർക്കാണെങ്കിൽ മക്കളെ പോലെയാണ്, ഇവിടുത്തെ കുട്ടികൾക്കും എല്ലാം. പക്ഷേ ഇവരുടെ, അതായത് ബോച്ചൻ്റെ രണ്ടാമത്തെ ബ്രദറാണല്ലോ ഇത്, മീൻസ് നേരെ ഇളയാൾ. അജിയും മീരയ്ക്ക് പണ്ട് ഡോഗ്സിനൊന്നും ഇഷ്ടം. പക്ഷേ ഇവനെ വന്നതിന് ശേഷം ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറയണത്. ഭയങ്കര കാണാതിരിക്കാൻ പറ്റില്ല. അതാണ്. ഇവരുടെ കുട്ടികൾ 2 പേരാണ്, ഐശ്വര്യ ആൻഡ് ആദിത്യ മെഡിസിന് പഠിക്കുന്നു, ബാംഗ്ലൂരാണ്.
പിന്നെ കർണാടക അവിടെ. പിന്നെ മകള് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, മാരീഡാണ്. അവർ രണ്ടാളും ബാംഗ്ലൂരാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം നമ്മളൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമാണ്, നാട്ടിൽ നിന്ന് ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവിടുത്തെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താഴത്തെ റൂംസിലൊന്നും ആരുമില്ല. ഇപ്പോൾ ഞങ്ങളൊരു ബെഡ്റൂം ഓക്യുപ്പൈ ചെയ്യുന്നു, ബാക്കി റൂംസൊക്കെ വെറുതെ കിടക്കുന്നു. മേളിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ. മേളത്തെ കിച്ചണാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കിച്ചൺ ഇപ്പോൾ തൽക്കാലം വർക്കിംഗ് കണ്ടീഷൻ, ആരും ജോലി ചെയ്യുന്നില്ല. മീരയ്ക്ക് 3 സഹായികളാണ് വരുന്നത് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്, 3 മെയ്റ്റ്സ്. ഈ തമിഴ്നാട്, ഈ ചെന്നൈയിലൊക്കെ ഇഷ്ടംപോലെ ഡൊമസ്റ്റിക് ഹെൽപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കേരളം പോലെയല്ല, കുറച്ചുകൂടി സഹായവും നല്ല എന്താ പറയുക, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജനതയാണ്. ഒരു ഭയങ്കര സഹായമാണ്. അപ്പോൾ രാവിലെ ഒരു കുട്ടി വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈവനിങ് രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷം വന്ന് ഡിന്നർ വേണമെങ്കിൽ അതുമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉച്ചക്കലത്തേക്ക് വേറൊരു അമുത വരും. അമുത വന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യും. അമുതയുടെ മകൾ കൂടെ വരും ക്ലീനിങ്ങിന്. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ വീക്കിലി 2 ദിവസം പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. ഓഫീസിൽ നിന്ന് തന്നെ ആൾ വരും എന്നാണ് പറഞ്ഞത്. ഫുൾ ടൈം വാച്ചറുണ്ട് 24 hours. അപ്പോൾ അങ്ങനെ സേഫാണ്. പിന്നെ ഡ്രൈവർ നമ്മുടെ സഹായത്തിന് ഇപ്പോൾ ഡ്രൈവറിനെ കാറിനെയൊക്കെ വിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിലും പോവാം ഷോപ്പിംഗ്. സത്യം പറഞ്ഞാൽ ഈ ടി നഗറിൻ്റെ അവിടെ തന്നെ ഒരു വീട് ഇതുപോലെ സൗകര്യത്തിന് കിട്ടിയത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഈ ഷോപ്പഹോളിക് ആയിട്ടുള്ള ഞാനും അനുക്കുട്ടിയൊക്കെ കറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. കുടുംബങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. കുടുംബങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇത് വരുന്ന നോക്കും ഞാനിവിടെ എന്ത് ചെയ്തു നോക്കാനായിട്ട്. ഇവിടെ ചക്കര കുട്ടി പുടൂരിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാനൊരു സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒന്നും ക്ലട്ടർ കൊണ്ട് നിറഞ്ഞിട്ടില്ല, ഇഷ്ടംപോലെ സ്പേഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങിയ സമയമല്ലേ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ അതേ അവിടെ ബാസ്കു ഉണ്ട്. ബാസ്കുവിനെ നോക്കി ഇടയ്ക്ക് കൈയൊക്കെ കാണിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഫ്രണ്ടല്ലേ ബാസ്കു? എൻ്റെ ബാസ്കു എവിടെ? അതന്നെ, ബാസ്കുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മേളിൽ റെഡിയാണ്. പിന്നെ മീര ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വരൂ ചേച്ചി വരൂ, നിങ്ങൾ വരൂ എന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് മേളിലേക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാനുള്ള ഒരു ഭയങ്കര ടെൻഷനിലാണ്, കൺസേണിലാണ് മീര നടക്കുന്നത്. മീരയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വരുന്നതൊക്കെ. എന്തിനാ മോളെ ചക്കരക്കുട്ടി, എൻ്റെ പൊന്നുമോളെ എവിടെ? പൊന്നുമോളെ, ഹൂ ഇസ് ദിസ്? പുടുക്കുട്ടി ബാസ്കു എവിടെയാന്ന് പറയും. ബാസ്കു അപ്പോൾ ഈ പ്രാവശ്യത്തെ യാത്ര എന്ന് പറയുന്നത് പ്രധാന ഉദ്ദേശം കുറച്ച് ഷോപ്പിംഗ് ആൻഡ് കുറച്ച് ഫുഡിങ് ആണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം കുറച്ചൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ മീര കുറേ സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, ചേച്ചിക്കൊക്കെ പോയി കഴിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് പറഞ്ഞിട്ട്. അവിടെയൊക്കെ സമയം കിട്ടുന്ന പോലെ പോകാം. പിന്നെ പൊടുമോളെല്ലാത്തിനും ഓക്കെയാണ്, പാവം. ഒന്നിങ്ങനെ ഭയങ്കര ട്രാവലറാണല്ലോ. ഹായ് ബാസ്കു, കം ഓൺ. പൊടുമോൾ ഇസ് വെയിറ്റിംഗ്. ബാസ്കു വരും. ബാസ്കു വരും, ഡോണ്ട് വറി, ഇപ്പോൾ വരും. ബാസ്കു വന്നു മോനെ, നോക്ക്, ബാസ്കു വന്നു. കം ബാസ്കു ബാസ്കു വന്നു. അയ്യോടാ, ബാസ്കു വന്നു. സാഷ്ടാംഗ പ്രണാമം. അവൻ സ്ട്രെച്ച് ചെയ്തു. ഒരു നെറ്റിൻ്റെ പ്രശ്നമുണ്ട് ബിറ്റ്വീൻ യു2. വയലിലേക്ക് പോകണു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനായിട്ട്. ബാസ്കു ഈസ് വെയിറ്റിംഗ്. അമീര ഞങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ പോള് ഞാനും അനുക്കുട്ടി ബാക്കിൽ നിന്നും വരാമെന്ന് പറഞ്ഞു. അനുക്കുട്ടി വെൽക്കം. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി കേട്ടോ ഇതിനൊക്കെ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കുറവാണ് തോന്നുന്നല്ലേ? ഫ്രൂട്ട്സ് ആണോ കൂടുതൽ? ഓരോ ദിവസം ഓരോ സ്റ്റൈലാ? എല്ലാ ദിവസവും വെജിറ്റബിൾ. ആഹാ, ഇന്നൊരു ദിവസം വീക്ക്ലി വൺസ് ഫ്രൂട്ട്സ്. നമുക്ക് ഭക്ഷണം കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ്. പുഴു ഈസ് വെരി ഹാപ്പി. പുതിയ സ്ഥലമാണെങ്കിലും ഒരു പരിചയക്കുറവുമില്ല. മീരതെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. മീരെ ഹെൽപ്പ് ചെയ്യാൻ 2 പണിക്കാർ വരും കേട്ടോ, ഹെൽപ്പേഴ്സ് ഉണ്ട് കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഇവിടെ ക്ലീനിങ്ങിനും എല്ലാം. അപ്പോൾ അതിൽ ഒരാൾ ശ്രീദേവി, ഇവിടെ സ്പെഷ്യൽ ആയിരുന്നു സാമ്പാർ, തമിഴ്നാട് സാമ്പാർ, ചമ്മന്തി, ഇഡ്ലി, സോഫ്റ്റ് ആൻഡ് നെയ് പൊങ്കൽ അല്ലേ മീരെ? നെയ് പൊങ്കൽ, യെസ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? മിൽക്ക് ഷേക്കോ രാവിലെ? സ്മൂത്തി? വാട്ട് സ്മൂത്തി? ഡേറ്റ്സാ? കൊടുമോളെ എനിക്ക് മുട്ടയാ? അയ്യോ പാവം, എനിക്ക് ബുൾസൈ വേണമെന്ന് വെച്ചിട്ട് അതും ഉണ്ടാക്കി. ഓ മോനെ, അതെ.
ഇതിപ്പോൾ വാൾനട്ട്സ്, പാല്, ബദാം, ഓട്സ്, പിന്നെ ആപ്പിൾ എല്ലാം കൂടി വരുന്നൊരു ഹെൽത്തി കാഷ്യൂ ഓരെ. ദാറ്റ്സ് എ സ്മൂത്തി വി ആർ ഗോയിങ് ടു ഹാവ്. മോൾക്ക് ഇഷ്ടമാവും കേട്ടോ. വൈകുന്നേരമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. വൈകുന്നേരമല്ല, രാത്രിയായി. ചെറിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. 2 കട പോകണം, നല്ലി സ്റ്റോഴ്സ് ആൻഡ് സുന്ദരി സിൽക്സ്. പക്ഷെ വെളിയിൽ മഴ, കാറിലാണ് പോകുന്നത്, ഡ്രൈവറുണ്ട്. നോക്കാം. മിസ്റ്റർ ഭാസ്കു, പാവം ഭാസ്കുവിനോട് ടാറ്റ. ഒറിജിനൽ നെയിം ഓഫ് ഭാസ്കു കാസ്പർ. രാത്രി ഷോപ്പിംഗ്, നൈറ്റ് ഷോപ്പിംഗ്. മാമപ്പിള്ളയുടെ വീട്. ഈ ബിൽഡിംഗ്, ഇതിനകത്ത് കംപ്ലീറ്റ് മനോരമയുടെ പഴയ വീടാണ്. ബിഗ് ഒരു കോംപ്ലക്സ് ആണ്. വീടും പ്രോപ്പർട്ടി എല്ലാം കൂടി ചേർത്തിട്ട് പണ്ട് തൊട്ടുള്ളത്. മാമൻ മാപ്പിള്ള അദ്ദേഹത്തിന്റെ. മൂക്കുത്തി ഇവിടെ അടുത്താണോ? അതിങ്ങനെ അതിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അവിടെ ഒന്നും പോകണല്ലോ. ശക്തി പ്ലാസ, മായാസ് പ്ലാസ, ഹോട്ട് ചിപ്സ്, ഇഷ്ടം പോലെ കടകൾ. എൻ്റെ അമ്മോ. പേൾസ്, ജെംസ് ആൻഡ് ജുവൽസ്. അമ്പലമോ? വരമഹാലക്ഷ്മി സ്വർണ്ണക്കടയാ? സിൽക്സ്. രാംരാജ്. അമ്പലം പോലെയാണ് ഡെക്കറേഷൻ. ബാബ ഹാൻഡ്ലൂംസ്. ഇത് ഒന്നും കാണാൻ പറ്റുന്നില്ല, മഴ ആയതുകൊണ്ട്. നമ്മുടെ ഗ്ലാസ് ഒക്കെ. ഗ്രാൻഡ് ഗാലക്സി ഹോട്ടൽ. ചെറുതും വലുതും ഒക്കെ. കട്ടൻ ചായ ഒരു കടയുടെ പേര്. കട്ടൻ ചായ വല്ല മലയാളിയുടെ ആയിരിക്കുമല്ലോ. ഷെയർ ഓട്ടോ എന്നാ പറയുന്നത്. ഷെയർ ചെയ്ത് പോണ ക്ലോസ്ഡ് ഒരു ഓട്ടോ പോലെ, വലുത്, ഒരു മിനി വാൻ പോലെ. 24/7 ആണ് കേട്ടോ ഈ കട്ടൻ ചായ കട. സ്നാക്സ് ആൻഡ് ചായ. നല്ല മഴയിൽ കുതിർന്ന ഷോപ്പിംഗ് ഡേ, അത് നൈറ്റ്. പോണ്ടി ബസാറിലൂടെ സഞ്ചരിക്കുന്നു ഇൻ കാർ. ആദ്യം കുടുംബങ്ങളും അനുകുട്ടിയും കൂടെ കടയിൽ അങ്ങോട്ട് കയറി. ഇനി ഞാൻ രണ്ടാമത്. സോഫ്റ്റ് സിൽക്ക് അല്ലേ ഇതെല്ലാം? 6000, 500, 7000 കാഞ്ചീപുരം തന്നെയാണ് പ്യുവർ സോഫ്റ്റ് സിൽക്ക്. 12,000. അത് ഭംഗിയുണ്ടല്ലേ? നൈസ് സാരി. ദിസ് എ നൈസ് സാരി മോളെ. പക്ഷെ എന്താ വില? 8,400. ഭംഗിയുണ്ട്, അത് കൊള്ളാം. സ്ട്രൈപ്സ്. ഇത് അതിന്റെ വേറൊരു ടൈപ്പ്, വേറെ കളർ കോമ്പിനേഷൻ. നൈസ് സാരീസ്. ഇത് കൊള്ളാം, സോഫ്റ്റ് ആണ്. ചെക്സ് പാറ്റേൺ ഉണ്ട്. ഇത് പ്യുവർ സിൽക്ക് ആണ് അല്ലേ? പ്ലെയിൻ മുട്ടായി പിങ്ക്. ഇത് 12,000. നല്ല കോമ്പിനേഷൻ. നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ടൈപ്പാണ്. ഈ പാറ്റേൺ നല്ലത്. ഇത് കൊള്ളാം. പിങ്ക് ആണ്, പിങ്ക് ആൻഡ് ഗ്രീൻ. നല്ല ഗ്രീൻ. അത് ബ്ലൗസ് ഇവിടെ ഒരു ചെക്സ് ഇരിക്കുന്ന റെഡും ബ്ലാക്കും. ഇത് ഇങ്ങനത്തെയാണ്. ഇത് വേറെ.
ആ നല്ല ഭംഗി. 10,000. ഇഷ്ടപ്പെട്ടു. നല്ലത്. ഇത് നല്ലൊരു ഭംഗിയുണ്ട്. നല്ല ഭംഗി. 10,000. അതുപോലെ തന്നെ ഇത് നല്ലൊരു കോംബോ ആണ്. 10,000. ഇത് വാടാമുല്ല വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. എല്ലാം സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്ന കാറ്റഗറി. സോഫ്റ്റ് സിൽക്ക്. ആ ബൂട്ടക്സ് ഉണ്ട് കേട്ടോ. ശരിക്കും നൈസ് സാരി. 10,000 നല്ലതാ. 10,000 പ്യോർ സിൽക്ക്. ഇത് കാഞ്ചീപുരം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7,000 മുതൽ 15,000. അതിന് എല്ലാവർക്കും ഉണ്ട്. ഏത് റേഞ്ചിൽ നമ്മൾ നോക്കുന്നു. ഇതും അതിൽ വരുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷൻ പിങ്ക്. മോനെ ഇത് നോക്ക്. 8,000. ഇത് 6,500 സംതിങ്. അത് സ്മോൾ ബൂട്ടാസ്. ഇത് യൂഷ്വൽ കാണുന്നത്. കാണുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. നല്ല ക്വാളിറ്റി. ഈ കളറാണ് പക്ഷെ ബ്ലൗസ് പിങ്ക് ആണ്. കോൺട്രാസ്റ്റ് നോട്ട് ബ്രൗൺ. ഇതിന്റെ ബോർഡറിന്റെ കളർ വേറെ. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആശ. ഇതിലൂടെ അതിന്റെ വേറെ കളേഴ്സ് കൂടി കാണിക്കണേ. ബ്ലൗസ് ഇതാണ്. ഇത് മുന്താണ്. ഓക്കെ. പല്ലുവിന്റെ കളറാണ്. ഇത് ഒരു വലിയ ഷോറൂമാണ്. അതായത് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിൽ നീളത്തിലാണ് കിടക്കുന്നത്. ആ റെഡും ഗ്രീനും. റെഡ് ഗ്രീൻ എല്ലാ കളർ കോമ്പിനേഷൻ. യെല്ലോ. ആ ഗ്രീനിന്റെ അയ്യോ ബ്യൂട്ടിഫുൾ യെല്ലോ. 6,500 സംതിങ്. ഇതിന്റെ ബ്ലൗസ് എന്തായിരിക്കും? ബ്ലൗസ് റണ്ണിങ്ങാ. നൈസ് യെല്ലോ. മാമ്പഴത്തിന്റെ ഒരു മഞ്ഞ. അതിന്റെ വേറൊരു കളർ ഇത് പീച്ച്. ഇതെല്ലാം 6,500 ആ റേഞ്ച്. ഓക്കെ. ദിസ് ദ കളർ. അതിന്റെ കോൺട്രാസ്റ്റ്. ഇതിന്റെ ഇതാണ് 2-3 കളേഴ്സ് ഇങ്ങനെ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാ. ബ്ലൂ പിങ്ക്. ദിസ് പിങ്ക് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ. ഇത് അമ്മാമ്മയ്ക്ക് ഇഷ്ടമുള്ളത്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് കളറായിരുന്നു ഈ കളർ. അമ്മാമ്മ എന്താണെങ്കിൽ ഇത് തന്നെ വാങ്ങിച്ചു കൊടുത്തത്. ഒരു ഉള്ളിയുടെ കളറില്ലേ? ഉള്ളി സോ ബ്യൂട്ടിഫുൾ. അതിന്റെ ബ്ലൗസാണ് ഗ്രീൻ. ആൻഡ് ദിസ് ഇസ് ദ പല്ലു. 6,577 എനിക്കിഷ്ടമായി. കൊള്ളാം. ഇതും കൂടെ മാറ്റൂ നോക്കാം. അതേപോലത്തെ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ബ്ലൂ. ഇത് ഇലക്ട്രിക് ബ്ലൂവില്. ഇതതിൻ്റെ മുന്താണി. ദിസ് ഇസ് ദ ബ്ലൗസ്. ഫുൾ ബൂട്ടാസ് ആണ്. എല്ലാം ഒരേ റേഞ്ചാണ്. അല്ലേ കറക്റ്റ് കളർ അറിയുന്നില്ല ക്യാമറയിൽ. ഇതല്ല, ഇതിനെക്കാട്ടിലും നല്ലൊരു പിങ്കാണ്. ദിസ് ഇസ് ദ ഗ്രീൻ ബോർഡർ. ഇത് മുന്താണി. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഇത് ബ്ലൂ പോലെയാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ബ്ലൂ കളറിൽ കാണുന്നത്. പക്ഷെ ഗ്രീനാണ്. ആ ഇതിൽ ക്യാമറയിൽ കളറേ കറക്റ്റ് വരുന്നില്ല. ഭയങ്കര ഭംഗിയാണ് ശരിക്കുള്ള കളർ. അത് വേണ്ട, അത് വേണ്ട. പോച്ചമ്പള്ളി വേണ്ട. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റിയ സാരീസാണ്. ഇതിൽ നിന്നാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. സെലക്ഷൻ ഫ്രം ദിസ് സ്ലോട്ട്. ആരാ നിൽക്കുന്ന സാരി സെലക്ഷന് വന്ന ആൾക്കാരെ കണ്ടോ? ഇതൊരു നല്ല സാരി. ബ്യൂട്ടിഫുൾ പട്ട് സാരി. നല്ല പട്ട് സാരി. നല്ല ലൈൻസ് ഉണ്ട്. നല്ലൊരു പിങ്കാണ്. ആൻഡ് ഗ്രീൻ ആൻഡ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വിത്ത് ലൈൻസ്. ഓ ഇതെനിക്കിഷ്ടമായി. അത് എടുക്കാം അല്ലേ? എന്തായാലും ഫൈനലൈസ് ചെയ്യാം. ദിസ് ഇസ് വൺ സാരി. പിന്നെ ഒരു സാരി ഇല്ലാത്തൊരു കളർ വാങ്ങിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇതെനിക്കുണ്ട് സത്യം പറഞ്ഞു. ഇതേ കളറുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ് പച്ച. യെല്ലോ അമ്മയ്ക്ക് 2 എണ്ണം ഇല്ലേനു. ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അതിൻ്റെ ഈ കോൺട്രാസ്റ്റ് ഇഷ്ടമായില്ല. ബോർഡർ ബ്ലൗസിൻ്റെ കളർ. ബ്ലൗസിൻ്റെ അത് വേറൊരു കളറായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമാവുന്നത്. ഇല്ല ദിസ് ഇസ് നൈസ്. ഒരു ഗോൾഡൻ കളർ. എൻ്റെ ബ്ലൗസ് വേറൊരു കളറാണ്. ബ്ലൗസിൻ്റെ കളർ എന്താ പറയുക അതിന്? പക്ഷെ ആ കളർ ഒരു സുഖമില്ല. കോൺട്രാസ്റ്റ് ആണെങ്കിൽ അതേ സംഭവമാണ്. ഇതൊരു സാരി. ഇതെല്ലാം 6,572 അതിന് നല്ലൊരു പച്ച ബ്ലൗസ്. പക്ഷെ ഈ പച്ച ഇതിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതേ നോക്കൂ. അത് ഗ്രീനായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് ആക്ച്വലി അല്ല ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. ഇത് ആക്ച്വലി ഗ്രീനാണ്.
എൻ്റെ ഫേവററ്റ് സാരീസാണ് ഇത്. മൈസൂർ സിൽക്കിൻ്റെ ഈ ടൈപ്പ് ഞാൻ സ്ഥിരം ഉടുക്കുന്നൊരു കാറ്റഗറി. 7,000. ഒരുപാട് കളർ കോമ്പിനേഷൻസ്. കുറച്ച് കൂടുതൽ രസം, അപ്പോൾ വിലയും കൂടുതലായിരിക്കും. 12,000 സംതിങ്. റിച്ച് പല്ലു. ഓക്കെ, എല്ലാം നോക്കിയിട്ട് വേറൊരു കടയിൽ നിന്നും കൂടെയൊക്കെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാം. എല്ലാം ഒരു കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. അയ്യോ, ഇതൊക്കെ അമ്മയ്ക്കുള്ളത് സെയിം. അതെ ഉണ്ട് ഇതേ സെയിം ഉണ്ട്, പക്ഷെ ഡിസൈൻ അല്ല. വീതിയുണ്ട്. ഇത് 7,200 സംതിങ്. ഇത് പ്യുവർ ജോർജറ്റ് മൈസൂർ സിൽക്കിൻ്റെ ജോർജറ്റ്. ഭയങ്കര ഭംഗി കേട്ടോ. ഇതൊക്കെ 12,000 14,000. ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കുന്ന ടൈപ്പ്, പക്ഷേ സിൽക്കാണ്, മൈസൂർ സിൽക്ക്. ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കും. കട്ടി അങ്ങനെ കുറവൊന്നുമല്ല, ഇങ്ങനെ ഉടുക്കാൻ നല്ല സുഖമായിരിക്കും. ഇതിൻ്റെ കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് മൈസൂർ സിൽക്കിൻ്റെ വേറൊരു പ്യുവർ മൈസൂർ സിൽക്ക്, പ്യുവർ ക്രേപ്പാണ്. 11,000 സംതിങ്. ഇതിൻ്റെ അയ്യോ എന്ത് ഭംഗിയില്ലേ, റോയൽ ബ്ലൂ ആൻഡ് ഫുൾ ലൈൻസ്. ഇതെല്ലാം മൈസൂർ സിൽക്കാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ സാരീസ്. ഇത് ജോർജറ്റ്, മൈസൂർ സിൽക്കിൻ്റെ ജോർജറ്റ്. ഇതെല്ലാം ഈ വിലയാണ്. 14,000. $15,000. നോക്കുന്നു ഫുൾ ബ്രൊക്കേഡ്. ഭയങ്കര ഭംഗിയാട്ടോ ഇതെല്ലാം. വാവ്, നോക്കട്ടെ. മിക്കവാറും കയ്യിലെ കാശെല്ലാം തീരും. അയ്യോ എന്ത് ഭംഗിയായത്. കളർ പൈസ എല്ലാം തീരും ഇപ്പം മിക്കവാറും. തീർന്നു. അതും ഭംഗി, ഇതും ഭംഗി. ബ്ലൂ ആൻഡ് ഗ്രീൻ. അത് എഗൈൻ നൈസ്. ഇത് എത്ര വില? 12,000. ഇതെന്താ വില? ഇത് കൂടുതലാവും അല്ലേ? 13,000 സംതിങ്. അടിപൊളി. പൈസ കാലി. കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ പൈസ. ഇത് 11,000. ബ്യൂട്ടിഫുൾ സാരീസ് കേട്ടോ, എല്ലാം രക്ഷയില്ല. ഇത് നല്ല കോമ്പിനേഷൻ, മറൂൺ ആൻഡ് ഗ്രീനും ഇഷ്ടമായി. ഇത് 1,600. അത് തന്നെ സെയിം ആണോ? ഇതെല്ലാം ಎಲ್ಲ ಸೇಮ್ ಮೆಟೀರಿಯಲ್ தான் உங்களுக்கு. கலர் மட்டும் டிஃபரெண்ட், பார்டர் டிஃபரெண்ட். പക്ഷെ കുറച്ച് വ്യത്യാസം തോന്നുന്നു അല്ലേ? 1,500. ஃபாஸ்டா போறது இந்த மெட்டீரியல் தான் ആണല്ലേ? வேல்தாரி பேர். நல்லா இருக்கும். ഇതിന്റെ പല്ലു കെട്ടുന്നു. പല്ലു കെട്ടി ഇതൊരു സ്കില്ലാണ്. ഇങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് മുന്താണി ഇങ്ങനെ കെട്ടിത്തരും. ഇതാണ് കാഞ്ചീപുരത്തിൻ്റെ ഒരു എന്താ പറയുക ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ മുന്താണി കെട്ടി വരുന്നത്. ഒറിജിനൽ കാഞ്ചീപുരത്തിനെ അങ്ങനെ കാണാറുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ പറയും. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ്സിന് വരുമോ. പക്ഷേ ഇതൊക്കെയോ ഇതിന് കെട്ടിക്കഴിഞ്ഞോ? മുന്താണി കെട്ടിയോ? കെട്ടി. ബ്ലൗസ് കട്ട് ചെയ്ത് മാറ്റി മുന്താണി കെട്ടി ഇതുപോലെ കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാനറ ബാങ്കിൻ്റെ ഓഫീസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞു. അജി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അജിയെ കൂടി പിക്ക് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്.
പൊടുമോള് അജി ചിറ്റമ്മൻ്റെ കയ്യിൽ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. തിരിച്ചുള്ള യാത്രയിലൊക്കെ നല്ല പരിചയം പോലെയാണ്, പരിചയക്കുറവൊന്നും കാണിക്കുന്നില്ല. അജിയപ്പൂപ്പനോടും മീരാമ്മയോടും ഒക്കെ ഭയങ്കര സ്നേഹം, നന്നായിട്ട് ഇണങ്ങിക്കഴിഞ്ഞു. ഓഫീസിന് വളരെ അടുത്താണ് കേട്ടോ വീടും. ബാസ്കു വെയിറ്റ് ചെയ്യുന്നു പാവം. അജിയെ കണ്ടിട്ട് എന്ത് സ്നേഹം കണ്ടോ, സോ ക്യൂട്ട്. ആ മുകളിലേക്ക് കയറുന്നു, കുഴപ്പമില്ല. അനു അങ്ങോട്ട് കയറി. ആ എന്നാ മേളിലോട്ട് തന്നെ പോവാം. യാ കേൾക്കൂ ബാസ്കു. അജി അപ്പൂപ്പൻ്റെ കൂടെ അതേ മേളിലേക്ക് പോയി കളിക്കും. മോളുടെ സന്തോഷം ബാസ്കുന്. ബാസ്കുവിന്റെ ഗിമിക്സ് കണ്ടിട്ട് കൊടു ചിരി ചിരി. അവൻ നക്കുന്നു കയ്യില്. മാസ്ക് മിണ്ടായിരിക്കുക. ആ